കുമളിയിൽ അയ്യപ്പദാസ് രക്തസാക്ഷി ദിനാചരണം നടത്തി. CPM തേക്കടി ലോക്കൽ കമ്മിറ്റിയും DYFI റോസാപ്പൂക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷയിൽ വിജയിച്ചവർക്ക് ചടങ്ങിൽ മൊമന്റോയും കൈമാറി. CPM-ന്റെയും DYFI തരത്തിലുള്ള കുമളിയിൽ അയ്യപ്പദാസിന്റെ 23ാമത് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചത്. CPM തേക്കടി ലോക്കൽ കമ്മിറ്റിയും DYFIയും പാർട്ടി ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി. അയ്യപ്പദാസ് ആരായിരുന്നുവെന്നും പാർട്ടിക്കും പാർട്ടി സഖാക്കൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകുന്നു അവരെല്ലാം സംരക്ഷിക്കുവാനും പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നണി പോരാളിയായി നമുക്കെല്ലാം വലിയ രീതിയിൽ മാർഗദർശിയായി ആവേശം നൽകുന്ന ആളായിരുന്നു സഖാവ് അയ്യപ്പദാസ്. അയ്യപ്പദാസ് ചെറുപ്പകാലം മുതൽ DYFIയിലൂടെയും SFIയിലൂടെയും സംഘടനാ പ്രവർത്തനം നടത്തിയാണ് പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തോട്ട് കടന്നത്. ഇതോടൊപ്പം പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. DYFI റോസാപ്പൂക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. ഇതിനു പുറമെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ മൊമെന്റോ നൽകി ആദരിച്ചു. DYFI മുൻ പ്രസിഡന്റ് വിനോദ് അധ്യക്ഷ യോഗം DYFI പെരുമയുടെ ബ്ലോക്ക് സെക്രട്ടറി വിനോദ് റോണി ഉദ്ഘാടനം ചെയ്തു. எல்லாருக்கும் கல்வி முடிஞ்சு கல்விக்கு ஏத்தாப்புல வேலையுமாக்க கேட்டிருந்தாங்க. அந்த கல்வியோட சேர்ந்து இன்னைக்கு இருக்கக்கூடிய 10 வருஷ காலகட்டமா இன்னைக்கு கேரளத்தில் முன்னாடி 10 வருஷ காலகட்டத்தில் அனைவருக்கும் இலவசமான கல்விகள் கொடுத்த ஒரு கவர்மெண்ட்டுக்கு கீழேக்காம இருந்திருந்தோம். அந்த கவர்மெண்ட் நடத்தி முடிச்ச தேர்தலில் பாஸ் ஆகியும் நல்ல மதிப்பெண் பெற்று அடுத்த கட்டத்துக்கு அதாவது +1 +2 அல்லது +2 பாஸ் ஆகி முடிச்சு காலேஜ் அடுத்த டிகிரிக்காக நம்ம இடத்துல இருந்து மற்ற இடங்களுக்கு போறதுக்காக ரெடியா இருக்கக்கூடிய பிள்ளைகளுக்கு ஒரு அங்கீகாரம் கொடுக்கக்கூடிய ஒரு யூனிட்டாகும் இன்னைக்கு இந்த സെക്രട്ടറി വിനോദ് ഗോപി, DYFI മേഖലാ സെക്രട്ടറി ശരത് ബാബു, പ്രസിഡന്റ് വീണ സത്താർ, മറ്റ് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ, കുമളി.